RRB അഥവാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. നമ്മൾ ഒരിക്കലെങ്കിലും ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കും. ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് മുതൽ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ വരെയുള്ള എല്ലാ ജോലികളും റെയിൽവേ നടത്തുന്ന വിവിധ എക്സാമുകൾ വഴി പ്രവേശിക്കുന്നവരാണ്. ഏതൊക്കെയാണ് ആ ജോലികൾ, എന്തൊക്കെയാണ് ആ ജോലികളിലേക്ക് വേണ്ട യോഗ്യതകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിനായിട്ട് പഠിക്കേണ്ടത്, നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് നോക്കാം. RRB ALP അഥവാ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, RRB NTPC അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഗ്രൂപ്പ് ഡി, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3, RRB ജൂനിയർ എഞ്ചിനീയർ. ഇത്തരം എക്സാമുകളാണ് റെയിൽവേ എല്ലാ വർഷവും ഇനി നടത്താനായിട്ട് പോകുന്നത്. ഏകദേശം 1 ലക്ഷത്തിലധികം വേക്കൻസികളാണ് ഈ എക്സാമുകളെല്ലാം കൂടെ റെയിൽവേ എല്ലാ വർഷവും ഇനി ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്കായി തുറന്നു കാണിക്കുന്നത്. RRB ALP അഥവാ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. OBC കാറ്റഗറിക്ക് 3 വർഷം ഏജ് റിലാക്സേഷനും SC/ST കാറ്റഗറിക്ക് 5 വർഷവുമാണ് പ്രായപരിധിയിലുള്ള റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇതിനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ ട്രേഡുകളിൽ ITI, ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. മറ്റൊരു എക്സാമാണ് RRB NTPC എന്ന് പറയുന്നത്, അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. ഇതിന്റെ ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാറുള്ളത്. സോ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഈ എക്സാം വഴി പ്രവേശിക്കുന്നത് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള വിവിധ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ 12ാം ക്ലാസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കാം. NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളായിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, അതുപോലെ TT അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ തുടങ്ങിയ പോസ്റ്റുകളെല്ലാം NTPC എക്സാമിലെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതിക്കൊണ്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു ബിരുദം അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതും ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. RRBയുടെ തന്നെ മറ്റൊരു എക്സാമാണ് RRB RPF എന്ന് പറയുന്നത്, അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇതിന്റെ കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കും അതുപോലെ തന്നെ SI കാറ്റഗറിയിലേക്കും 2 എക്സാമുകളായിട്ടാണ് നടന്നു വരുന്നത്. സോ കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. അതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. RPFന്റെ തന്നെ SI അഥവാ സബ് ഇൻസ്പെക്ടർ കാറ്റഗറിയിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 20 മുതൽ 25 വയസ്സ് വരെയാണ്. അതിനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഡിഗ്രി നിർബന്ധമാണെന്നുള്ളതും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. റെയിൽവേയിൽ എല്ലാ വർഷവും വമ്പൻ വേക്കൻസികളോടെ വരുന്ന നോട്ടിഫിക്കേഷനാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഇതിനായുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ആണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു എക്സാം വഴി നമുക്ക് ലഭിക്കുന്നത് ലോക്കോ ഷെഡിലും ട്രാക്കിലും സ്റ്റേഷനിലും തുടങ്ങിയിട്ടുള്ള വിവിധ തരം ജോലികളാണ്. RRBയുടെ തന്നെ മറ്റൊരു എക്സാമാണ് RRB JE എന്ന് പറയുന്നത്, അഥവാ ജൂനിയർ എഞ്ചിനീയർ. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത് BTech അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ RRBയുടെ മറ്റ് എക്സാമുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3. ഇതിലെ ഗ്രേഡ് 1ന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. ഇതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BSc അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഇതിനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പ്ലസ് ITI ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. RRBയുടെ കീഴിൽ വരുന്ന ഇത്തരം എല്ലാ എക്സാമുകൾക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 3 സബ്ജക്റ്റ് മാത്രമാണ്: മാത്സ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ്. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് ഇവിടെ പഠിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിലബസ് ഒന്നും കൂടെ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പമുള്ളതായി മാറുന്നു. റെയിൽവേയുടെ കീഴിൽ വരുന്ന ഈ എല്ലാ എക്സാമുകൾക്കുമായിട്ടുള്ള എല്ലാ കോഴ്സുകളും Xylem റെയിൽവേസിൽ അവൈലബിൾ ആണ്. സോ ജോയിൻ വിത്ത് us.